കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിച്ച് കേൾക്കുന്നത്: എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. പ്രിയമുള്ളവരെ, എത്ര മനോഹരമായ, എത്ര സന്തോഷപ്രദമായൊരു വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ പറയാ, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. പ്രിയമുള്ളവർ, നമ്മൾ യേശുവിൻ്റെ ശുശ്രൂഷകരാണെങ്കിൽ, യേശു കർത്താവിൻ്റെ സഭയിൽ വിശ്വാസികളില്ല. യേശു കർത്താവിൻ്റെ സഭയിൽ ശുശ്രൂഷകരേ ഉള്ളൂ, ശിഷ്യന്മാരേ ഉള്ളൂ. കർത്താവ് തൻ്റെ 12 ശിഷ്യന്മാരോട് പറഞ്ഞു വിടുന്നത്, നിങ്ങൾ പോയി ഭൂമിയിലൊക്കെ പോയി സകല ജാതികളെയും ശിഷ്യരാക്കുവിൻ എന്ന. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ശിഷ്യരാണ്, ശുശ്രൂഷകരാണ്. കർത്താവ് പറയാണ്, എൻ്റെ ശുശ്രൂഷകൻ എന്നെ അനുഗമിക്കട്ടെ. നാട്ടുകാർ നടക്കുന്നത് പോലെ നടക്കാനോ, നാട്ടുകാർ ചെയ്യുന്നത് പോലെ ചെയ്യാനോ, നാട്ടുകാർ പറയുന്നത് പോലെ പറയാനോ അല്ല കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. യേശു ചെയ്യുന്നത് പോലെ ചെയ്യാൻ, യേശു പോകുന്ന വഴിക്ക് പോകാൻ, അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. എന്നുവെച്ച് പറയാ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ഇരിക്കും. ഒന്നോർത്തേക്ക് എത്ര അത്ഭുതകരമായ കാര്യമാണ്. കർത്താവ് പറയാ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനെ ഇരുത്തും. ഒരു നേതാവും അനുയായികളെ അവരുടെ കൂടെ ഇരുത്താറില്ല, അവരുടെ ഒപ്പം ഇരുത്താറില്ല. ഒരു സദസ്സിലേക്ക് ചെന്നാൽ, ഒരു സ്ഥലത്തേക്ക് ചെന്നാൽ നമുക്കറിയാം അവിടുത്തെ നേതാവ് ആരാണ്, അവിടുത്തെ വലിയ ആളാരാണ്. അവരുടെ സീറ്റിംഗ് കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും. എന്നാൽ ഇവിടെ കർത്താവ് പറയാ, എൻ്റെ ശുശ്രൂഷകനെ ഞാൻ ഇരിക്കുന്നിടത്തിരുത്തും. യേശു ഇരിക്കുന്നിടത്തിരുത്തും. യേശു അവിടെ ഇരിക്കുന്നത് പിതാവിൻ്റെ വലതു ഭാഗത്ത്. പ്രിയമുള്ളവരെ, ശുശ്രൂഷിക്കുന്ന, കർത്താവിനെ ശുശ്രൂഷിക്കുന്ന, കർത്താവിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്ന, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ സ്ഥാനം യേശുവിൻ്റെ കൂടെയാണ്. യേശു ഇരിക്കുന്നിടത്താണ് നമ്മളെ കർത്താവ് ഇരുത്താൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ചിലപ്പോൾ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വേദനകളോ, ബുദ്ധിമുട്ടുകളോ, നിന്ദകളോ, പരിഹാസങ്ങളോ ഒക്കെ വന്നേക്കാം. പക്ഷേ ഞാൻ നിങ്ങളോട് ഉറപ്പിക്കട്ടെ, ഇതെല്ലാം മാറിയിട്ട് നമ്മുടെ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന, ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്ന, യേശുവിൻ്റെ കൂടെ ഇരിക്കുന്ന സമയങ്ങളുണ്ട്. ഇപ്പോഴും യേശു നമ്മുടെ കൂടെയുണ്ട്. ഇനി നമ്മൾ കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ, കർത്താവ് ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്താൻ ഈ ദൈവത്തിന് ഇഷ്ടമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ എൻ്റെ പിതാവ് മാനിക്കുന്നു. ഓർത്ത് നോക്കിയേ, യേശുവിൻ്റെ കൂടെ ഇരുത്തുന്നു, പിതാവ് മാനിക്കുന്നു. പിതാവ് നൽകുന്ന മാനങ്ങൾ, പിതാവ് തരുന്ന ആ ബഹുമാനങ്ങൾ അനുഭവിക്കാനാണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ഒട്ടും സംശയിക്കേണ്ട, നിങ്ങളെ കർത്താവിൻ്റെ കൂടെ ഇരുത്തും എന്ന് മാത്രമല്ല, പിതാവായ ദൈവം നിങ്ങളെ മാനിക്കുന്ന ദൈവമാണ്. ഇന്ന് പകലും നമുക്ക് കർത്താവിൻ്റെ കൂടെ നടക്കാം, ഇന്നും കർത്താവിന് വേണ്ടി ജീവിക്കാം, ഇന്നും കർത്താവിനെ ശുശ്രൂഷിക്കാം, കർത്താവിൻ്റെ ശുശ്രൂഷകരായി തീരാം. കർത്താവിനെ ശുശ്രൂഷിച്ച് കർത്താവിൻ്റെ കൂടെ ഇരുന്ന് പിതാവിൻ്റെ ആ മാന്യതകൾ അനുഭവിക്കാൻ ഇന്ന് പകലും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ മാനിക്കുന്ന, ഞങ്ങളെ ഉയർത്തുന്ന കർത്താവിൻ്റെ ആ സാന്നിധ്യം അനുഭവിക്കാൻ ഇന്ന് പകലും കർത്താവ് ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ഞങ്ങൾക്ക് അങ്ങയെ ശുശ്രൂഷിക്കുന്നവരായി ജീവിക്കാൻ ഈ പകൽ കർത്താവ് ഇടയാക്കിയാട്ടെ. അങ്ങനെ ഞങ്ങൾ യേശുവിനെ സ്നേഹിച്ച്, യേശുവിനെ ശുശ്രൂഷിച്ച് കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നവരായി തീരാൻ പിതാവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, ഈ പകൽ നമുക്ക് കർത്താവിൻ്റെ കൂടെ ഇരിക്കാം, കർത്താവിനെ ശുശ്രൂഷിക്കാം, അത്ഭുതമായി തീരാം. കർത്താവിൻ്റെ സ്നേഹം കൂടുതൽ അനുഭവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.